രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, വാൽമീകി രാമായണ ദർശനത്തിൻ്റെ 4ാം ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ചർച്ച തുടരുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വാൽമീകി രാമായണ ചർച്ചയുടെ തുടർച്ചയാണ് ഈ വർഷവും കർക്കടകം 1 മുതൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ചിത്രകൂടത്തിലെത്തി സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അവിടെ സുഖമായി നിവസിക്കുന്നിടത്തായിരുന്നു നാം ചർച്ച പൂർത്തിയാക്കിയിരുന്നത്. അവിടെ നിന്നിട്ട് ഈ വർഷത്തെ ചർച്ച ആരംഭിച്ചു. സുമന്ത്രര് രാമനിർദ്ദേശമനുസരിച്ചിട്ട് മടങ്ങി അയോധ്യയിലെത്തി ശ്രീരാമചന്ദ്രന്റെ വിവരങ്ങളെല്ലാം മഹാരാജാവിനെ അറിയിച്ചു. അയോധ്യയില് കണ്ണുനീരിന്റെ കടലായിരുന്നു. അയോധ്യ നഗരി മുഴുവൻ കരയുന്നു. അതേപോലെ തന്നെ അന്തഃപുരത്തിലെ മഹാരാജാവ് കരയുന്നു, മോഹാലസ്യപ്പെട്ട് വീഴുന്നു. അമ്മയായ കൗസല്യയും സുമിത്രയും അതേ പ്രകാരത്തില് അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി അത് സഹിക്കാൻ വയ്യാതെ കൂടെ കൂടെ മോഹാലസ്യപ്പെടുകയും ശീതള ഉപചാരങ്ങളാൽ വീണ്ടും ഓർമ്മ വരികയും ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങേയറ്റം ദുഃഖമയമായിരിക്കുന്ന അന്തരീക്ഷം എല്ലാവരെയും രാമവൃത്താന്തം അറിയിച്ച് രാമന്റെ സന്ദേശവും അറിയിച്ച് കൗസല്യാദേവി ദുഃഖിക്കരുത്, ആരും ദുഃഖിക്കരുത്, രാമൻ സന്തോഷത്തോടു കൂടിയിട്ട് കാട്ടില് നിവസിക്കുന്നു ലക്ഷ്മണനോടൊപ്പം സീതയോടൊപ്പം എന്നെല്ലാം നല്ല വാക്കുകൾ സുമന്ത്രർ പറഞ്ഞെങ്കിലും അതൊന്നും ആ അമ്മയുടെ കൗസല്യയുടെ ദുഃഖത്തെ തീർക്കാൻ പര്യാപ്തമായിരുന്നില്ല. തുടർന്നുള്ളതായ ചർച്ചകളാണ് ഇനി നമുക്ക് ഇന്ന് ആരംഭിക്കേണ്ടത്. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. സുമന്ത്രര് ആശ്വാസവാക്കുകൾ ഏറെ പറഞ്ഞെങ്കിലും കൗസല്യ വീണ്ടും വേദനയോടുകൂടിയിട്ട് ദശരഥ മഹാരാജാവിനോട് തൻ്റെ ദുഃഖങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് നാം കേട്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് കൗസല്യ പറഞ്ഞു, വനവാസായ രാമസ്യ പഞ്ചരാത്രോത്ര ഗണ്യതേ. ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് പോയിട്ട് ഇത് 5ാമത്തെ രാത്രിയാണ് കണക്കനുസരിച്ചിട്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അഭിഷേകത്തിന് നിശ്ചയിച്ചിരുന്നത് ഒരു പുലരിയിലായിരുന്നു. അന്ന് പൂയം നക്ഷത്രമായിരുന്നു. നേരം വെളുക്കുന്നതിന് വളരെ മുമ്പ് അർദ്ധരാത്രിക്കാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു
സീതയോടും ലക്ഷ്മണനോടുമൊപ്പം കാട്ടിലേക്ക് പോയത്. അത് കഴിഞ്ഞ് ഇത് 5ാമത്തെ രാത്രിയാണ് എന്ന് കൗസല്യ ആ ദിവസങ്ങളും രാത്രികളും എല്ലാം എണ്ണിക്കൊണ്ട് പറയുകയാണ്. കൗസല്യ പറഞ്ഞു, സൂര്യൻ ഇതാ അസ്തമിക്കാറാകുന്നു, ഇനിയിപ്പോ ഉടനെ തന്നെ ഇരുട്ട് വീഴും, രാത്രിയാകും. രാമൻ പുറപ്പെട്ടിട്ട് ഇന്ന് 5ാമത്തെ രാത്രിയാണ്. ശോക ഹതഹർഷായ പഞ്ചവർഷോപമോമപ. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖം കൊണ്ട് സകല ആനന്ദങ്ങളും നഷ്ടപ്പെട്ട ദുഃഖമാണ് ആനന്ദത്തെ, ജീവിത സൗഖ്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയത്. അങ്ങനെ ആകെ വേവലാതിക്കൊള്ളുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 5ാമത്തെ രാത്രി 5 വർഷം തികയുന്ന സന്ദർഭമായിട്ട് എനിക്ക് തോന്നുന്നു. ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് ദുഃഖിതയായ കൗസല്യയെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെടുന്നത്. കൗസല്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സമാശ്വാസം ഒരിടത്തു നിന്നും ലഭിക്കാതെ മോഹാലസ്യപ്പെട്ട് വീഴുന്ന അവസരത്തില് വീണ്ടും ആ അന്തഃപുരം മുഴുവൻ ഉറക്കെയുള്ള കരച്ചിലുകളാൽ മുഴങ്ങി. ആ അന്തഃപുര നാരിമാരെല്ലാം വളരെ ഉറക്കെ കരയുന്നു. മഹാരാജാവും മോഹാലസ്യപ്പെട്ട് കിടക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞതിന് ശേഷം രാജാവ് മോഹാലസ്യത്തിൽ നിന്നിട്ട് ഉണർന്നു. ആ ഉണർന്ന് തലയുയർത്തി ഇരിക്കുന്ന ആ രാജാവിനെ കാണുമ്പോഴേക്കും രാഹുവിനാൽ ഗ്രസിക്കപ്പെട്ട സൂര്യനാണെന്നേ തോന്നുള്ളൂ. അന്ധകാരം കൊണ്ട് ആകെ മുഖം മ്ലാനമായിരിക്കുന്നു, ആവൃതമായിരിക്കുന്നു. ആ രാജാവ് ഉടനെ തന്നെ എല്ലാവരോടും തന്റെ ദുഃഖങ്ങളെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഈ ദുഃഖങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് പോയിട്ട് ഇത് 5ാമത്തെ രാത്രിയാകുന്നു. ആ അവസരത്തില് അദ്ദേഹം വർഷങ്ങൾ മുമ്പ് ഒരു അർദ്ധരാത്രിയില് മനഃപൂർവ്വമല്ലെങ്കിലും തന്റെ വേട്ടയിലുള്ളതായ ഔത്സുക്യം കൊണ്ട് താൻ ചെയ്തു പോയതായ ക്രൂരമായ കർമ്മത്തെ അദ്ദേഹം ഓർത്തു. സരാജ പുത്രശോകാർത്ഥ സ്മൃത്വ ദുഷ്കൃതമാത്മന. ആ മഹാരാജാവ്, പുത്രശോകത്താൽ അങ്ങേയറ്റം തകർന്നുപോയ മഹാരാജാവ് തന്റെ ആ ദുഷ്കൃതത്തെ, താൻ ചെയ്ത പാപകർമ്മത്തെ ഓർത്തിട്ട് കൗസല്യയോട് പറയുകയാണ്. ജീവിതത്തിൽ ഇതുവരെ അക്കാര്യം കൗസല്യയോട് പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴിതാ അത് പറയേണ്ടതായ സന്ദർഭം വന്നിരിക്കുന്നു, ഓർക്കേണ്ടതായ സന്ദർഭവും വന്നിരിക്കുന്നു. കൗസല്യാം പുത്രശോകാർത്താം ഇതം വചനം അബ്രവീത്. പുത്രശോകത്താൽ ആകെ തളർന്നു പോയിരിക്കുന്ന ആ കൗസല്യയോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ആ പഴയ സംഭവങ്ങൾ ഓർത്തുകൊണ്ട്, യഥാചരിതി കല്യാണി ശുഭം വാ യതി വാ ശുഭം തദേവ ലഭതേ ഭദ്രേ കർത്ത കർമ്മജമാത്മന. അല്ലയോ മംഗള സ്വഭാവ ശാലിനിയായിട്ടുള്ള അല്ലയോ കൗസല്യേ, ഞാനിപ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു, നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മഹത്തായിട്ടുള്ള ശാശ്വത നിയമങ്ങൾ. ഒരു മനുഷ്യൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ശുഭകരമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അശുഭകരമായിക്കൊള്ളട്ടെ, ഓരോരുത്തരും അവരവരുടെ മനസ്സിന്റെ സങ്കല്പം അനുസരിച്ചിട്ട്, തന്നിഷ്ടമനുസരിച്ചിട്ട് പല കർമ്മങ്ങളും ചെയ്യും. അതിൽ ചിലതൊക്കെ നല്ലതായിരിക്കാം, ചിലതൊക്കെ ചീത്തയായിരിക്കാം. ചീത്തയായിട്ടുള്ള കർമ്മങ്ങളെ പോലും തന്റെ സുഖത്തിന് ഉതകുന്നു എന്നുള്ള ധാരണയില്
പലരും നല്ലതാണത് എന്ന് വ്യാഖ്യാനിക്കും. പക്ഷേ മറ്റുള്ളവർക്ക് അത് പല പ്രകാരത്തിലുള്ള വേദനകൾ ഉണ്ടാക്കുന്നു. അതിനെക്കുറിച്ച് അവർ ഗൗനിക്കുന്നതേയില്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എപ്പോഴും ധർമ്മമാണ്. ധർമ്മത്തെ എങ്ങനെ തിരിച്ചറിയാം? തൻ്റെ സുഖത്തിനു വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർക്കും സുഖത്തിനായിട്ട് ഫലിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ അറിയാം. തനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിൽ അക്കാര്യം അധർമ്മമാണ് എന്ന് പ്രകടം. ശ്രീനാരായണ ഗുരുസ്വാമികള് സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. തന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഓരോ മനുഷ്യനും പ്രയത്നിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ പ്രയത്നിച്ച് ചെയ്യുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർക്കും സുഖത്തിൽ ചെന്ന് ഫലിക്കണം. അങ്ങനെയുള്ളവ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ധർമ്മമാണോ അധർമ്മമാണോ ഒരു കാര്യം എന്നത് വ്യക്തമായിട്ടും ഉറപ്പിക്കാനുള്ള ഏറ്റവും വലിയ പരീക്ഷണം അതുതന്നെയാണ്.